ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സിസ്കയുടെ പാനൽ ലൈറ്റ്സ് ഒന്ന് പരിചയപ്പെടാം. അതായത് നമ്മൾ സീലിങ്ങിൽ യൂസ് ചെയ്യുന്ന പാനൽ ലൈറ്റ്സ് ആണ് വരുന്നത്. 6 വാട്ടാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമുക്കിത് 3 ടൈപ്പ് കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ റേറ്റ് വരുന്നത്, ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. അതിന് മുമ്പ് നമുക്ക് നോക്കാം ഇത് എത്ര വാട്ട് കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു. 6 വാട്ടാണ് വരുന്നത്. അതിൻ്റെ MRP കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, 399 റേറ്റ് വരുന്നത്. എന്തായാലും 10% ഡിസ്കൗണ്ടൊക്കെ കഴിച്ച് നമുക്ക് എന്തായാലും ആ റേറ്റ് കുറച്ച് നമുക്ക് കിട്ടും. ഇതാണ് അതിൻ്റെ ഫിനിഷിങ് സ്റ്റേജിൽ വരുന്നത്. അതായത് നമ്മൾ സിസ്കയുടെ LED ലൈറ്റ് നമ്മൾ സീലിങ്ങിൽ ഇട്ട് കഴിയുന്ന സമയത്ത് വരുന്ന ഫിനിഷിങ് സ്റ്റേജാണ് വരുന്നത്. 3 ടൈപ്പ് കളർ വരുന്നത്. വാം വൈറ്റ് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, ന്യൂട്രൽ വൈറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ LED-കളിൽ തന്നെ ഏറ്റവും ആദ്യമേ തന്നെ ഇറക്കിയ കമ്പനികളിലൊന്നാണ് സിസ്ക. അപ്പോൾ അതുകൊണ്ട് അവർ ആ ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല LED നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ബ്ലൂയിഷ് കലർന്ന വെട്ടമാണ് നമുക്ക് തിരിച്ചു വരുന്നതെങ്കിൽ, പ്രകാശമാണ് വരുന്നതെങ്കിൽ അത് സൂക്ഷിക്കണം. കാരണം അൾട്രാ വയലറ്റ് ആണ് നമുക്ക് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ലാത്ത ലൈറ്റുകൾ വാങ്ങി വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അത്യാവശ്യം റേറ്റ് വരുന്ന കമ്പനി റേറ്റുകൾ വരുന്ന അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ചൈന ഒറിജിനലിൽ തന്നെ ക്വാളിറ്റി കുറഞ്ഞ ലെവലിൽ, ചൈനയിൽ തന്നെ ക്വാളിറ്റി കുറഞ്ഞ രീതിയിൽ വരുന്ന LED-കൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ബ്ലൂയിഷ് കലർന്ന വൈറ്റാണ് നമുക്ക് വരുന്നതെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ നമ്മൾ സീലിംഗ് ഒഴിവാക്കിയതിന് ശേഷം, ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ സീലിംഗ് ഒഴിവാക്കി നമുക്ക് വാർക്കിയിൽ അതിൻ്റെ ബോക്സ് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൊടുക്കാമെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫൈനലാണ് ഈ കാണുന്നത്. കാരണം ഇതാണ് അതിൻ്റെ യഥാർത്ഥ രീതി വരുന്നത്. കണ്ടോ, ഇത് നമുക്ക് സീലിംഗ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വാർക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ബോക്സ് വെച്ചതിന് ശേഷം നമുക്ക് വേണ്ട ലൈറ്റ് ഏതാണോ ആ ലൈറ്റിന് കറക്റ്റായിട്ട് അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ്, അതിന് കറക്റ്റായിട്ട് പല ടൈപ്പ് റൗണ്ടുകൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ വേണ്ട റൗണ്ടുകൾ മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഈ സീലിംഗ് ലൈറ്റ് അതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചാൽ മാത്രം മതി. പിന്നെ പുട്ടി വർക്കും പെയിൻറ്റിങ് വർക്കും വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രമേ മതി. ഇനി നമുക്ക് അതുപോലെ തന്നെ ഇത് സിംഗിൾ ഫേസ് DB-യിലാണ് നമ്മളിത് കണക്ഷൻ ചെയ്തിരിക്കുന്നത്, വീട് കണക്ഷൻ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീലിംഗ് ലൈറ്റ്സുകൾ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സീലിംഗ് ലൈറ്റ്സുകൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പ് തന്നെ ക്ലിയർ ചെയ്ത് വെക്കണം. ഒരുപാട് ഹൈറ്റ് മുകളിലേക്ക് പോകാത്ത രീതിയിൽ വേണം വെക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്വിച്ച് ബോർഡുമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. മോഡുലാർ ടൈപ്പ് സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ LED ലൈറ്റ്സുകളെല്ലാം തന്നെ നമ്മൾ വാം വൈറ്റ് കൊടുക്കുന്നതാണ് ഒരു വീടിന് ഏറ്റവും നല്ലത്. കാരണം ഒരു ഐവറി കളർന്ന അല്ലെങ്കിൽ പ്രൊഫഷണൽ ലെവലിൽ വരുന്ന കളറുകളാണ് നമ്മൾ വീടിൻ്റെ അകത്ത് കൊടുത്തതെങ്കിൽ വാം വൈറ്റ് ഒരു പ്രൊഫഷണൽ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കത് ഫീൽ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും പ്രൊഫഷണൽ ലെവലിൽ നമുക്ക് വീടിൻ്റെ അകത്തൊക്കെ ഒരു പ്രത്യേക ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.